അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മൾ നിസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ ചെയ്തതിന് ശേഷം അവസാനമായി മയ്യത്ത് നിസ്കാരത്തിനെ കുറിച്ചാണ് ഇനി നമുക്ക് പറയാനുള്ളത്. ഫസിലും ഫി സ്വലാത്തി അലൽ മയ്യിത്ത്. ഫസിലുൻ, ഇതൊരു ഫസിലാണ്. ഫി സ്വലാത്തി, നിസ്കാരത്തിനെ കുറിച്ച് പറയുന്നതായ ഫസിൽ. അലൽ മയ്യത്തി, മയ്യത്തിൻ്റെ മേലിലുള്ള നിസ്കാരത്തിനെ കുറിച്ച് പറയുന്നതായ ഫസിലാണ്. ഈ ഫസിലിൽ മയ്യത്ത് നിസ്കാരവും മയ്യത്തുമായി ബന്ധപ്പെട്ട കുളിയും ദഫിനും ബാക്കിയുള്ള അനുബന്ധമായ സർവ്വകാര്യങ്ങളും ഈ ഫസിലിൽ തന്നെ പറയുന്നുണ്ട്. വശുരിഅത്ത് ബിൽ മദീന. വശുരിഅത്ത്, ഇത് ഈ മയ്യത്ത് നിസ്കാരം ശർആക്കപ്പെട്ടു ബിൽ മദീന, മദീനയിൽ വെച്ച്. വഖീല, പറയപ്പെട്ടു, ഹിയ, ഈ മയ്യത്ത് നിസ്കാരം മിൻ ഖസായിസി ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൻ്റെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൻ്റെ പ്രത്യേകതകളിൽ പെട്ടതാണ് എന്ന് പറയപ്പെട്ടു. ഇവിടെ ഈ ഇബാറത്തിട്ടത് ഖീല എന്ന ലഫ്ള് ഉപയോഗിച്ചുകൊണ്ടാണ്. ഈ ഒരു ഇബാറത്ത് അത് ബലഹീനമാണ് എന്നറിയിക്കുന്ന ഖീല എന്ന ഇബാറത്ത് കൊണ്ടുവന്നത് ഈ ഒരു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകതകളിൽ പെട്ടതാണ് ഈ മയ്യത്ത് നിസ്കാരം എന്നത് ശൈഖുന ഇബ്നു ഹജറുൽ ഹൈതമി പ്രബലമാക്കിയിട്ടില്ല. മുഗ്നിയും നിഹായയും അതിനെ പ്രബലമാക്കിയിട്ടുണ്ടെങ്കിലും തുഹ്ഫയിലും ഫതുഹുൽ ജവാദിലും ഇബ്നു ഹജറുൽ ഹൈതമി അതിനെ പ്രബലമാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഫതുഹുൽ മുഈൻ ഇബാറത്തിട്ടത്. സലാത്തുൽ മയ്യിത്തി ഐ അൽ മയ്യിത്തിൽ മുസ്ലിമി ഗൈരി ഷഹീദി ഫർദു കിഫായത്തുൻ ലിൽ ഇജ്മാഇ വൽ അഖ്ബാർ. സലാത്തുൽ മയ്യിത്തി, മയ്യത്ത് നിസ്കാരം, ഐ അൽ മയ്യിത്തിൽ മുസ്ലിമി, മുസ്ലിമായ മയ്യത്തിൻ്റെ മേലിലുള്ള നിസ്കാരം, ഗൈരി ഷഹീദി, ഷഹീദല്ലാത്ത മുസ്ലിമായ മയ്യത്തിൻ്റെ മേലിലുള്ള നിസ്കാരം, ഫർദു കിഫായത്തുൻ, അത് ഫർദ് കിഫായയാണ്. അതിനുള്ള തെളിവ് ലിൽ ഇജ്മാഇ, അങ്ങനെ ഇജ്മാ വന്നിട്ടുണ്ട്. വൽ അഖ്ബാരി, അങ്ങനെ അതിനെക്കുറിച്ച് അറിയിക്കുന്നതായ ഒരുപാട് ഹദീസുകളും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഗുസ്ല് നിർബന്ധമാണ്, അതുപോലെ ദഫ്ന് നിർബന്ധമാണ് എന്നിവയൊക്കെ പറയുന്നതിൻ്റെ മുമ്പ് തന്നെ ലിൽ ഇജ്മാഇ എന്ന് നിസ്കാരത്തിന് വേണ്ടി മാത്രം, നിസ്കാരം ഫർദ് കിഫായയാണ് എന്ന് പറയുന്നിടത്ത് അങ്ങനെ പറഞ്ഞത് ഗുസ്ല് അത് ഫർദ് കിഫായയാണോ അല്ല അത് സുന്നത്താണോ എന്നതിൽ ചില അഭിപ്രായ വ്യത്യാസമുണ്ട്. മാലിക് ഇമാമ് അത് സുന്നത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫർദ് കിഫായയാണ് ക ഗുസ്ലിഹി, മയ്യത്തിനെ കുളിപ്പിക്കുന്നത് പോലെ. വലൗ ഗരീക്കൻ, ആ മയ്യത്ത് മുങ്ങി മരണപ്പെട്ടയാളാണെങ്കിലും ശരി. കാരണം നമുക്ക് ഫർദ് മയ്യത്ത് നിസ്കാരം കുളിപ്പിക്കൽ നമ്മുടെ മേലിൽ ബാധ്യതയാണ്. നാം കുളിപ്പിക്കണം, എന്നാലേ അത് വീടുകയുള്ളൂ. ലിയന്ന, തീർച്ചയായും നമ്മളായതിനു വേണ്ടി മഅ്മൂറൂന ബി ഗുസ്ലിഹി, അവനെ കുളിപ്പിക്കൽ കൊണ്ട് നമ്മോട് കൽപ്പിക്കപ്പെട്ടതിന് വേണ്ടി. അതുകൊണ്ട് ഫലാ യസ്കുതുൽ ഫർദു, ഫർദ് ഒഴിവാവുകയില്ല, അന്നാ, നമ്മെ തൊട്ട്, ഇല്ലാ ബി ഫിഇലിന, നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ലാതെ. വഇൻ ഷാഹദിന, നാം കണ്ടാലും ശരി, അൽ മലായികത, മലക്കുകളെ, തഗ്സിലുഹു, മയ്യത്തിനെ കുളിപ്പിക്കുന്നതായിട്ട്. വയക്ഫി, മതിയാകും, ഗസ്ലു കാഫിരിൻ, കാഫിർ കുളിപ്പിച്ചാൽ കാഫിറിൻ്റെ കുളി മതിയാകും. വയഹ്സുലു അഖല്ലുഹു, അങ്ങനെ കുളിപ്പിച്ചാൽ മയ്യത്തിൻ്റെ ചുരുങ്ങിയതായ രൂപം, മയ്യത്ത് കുളിപ്പിക്കലിൻ്റെ ചുരുങ്ങിയതായ രൂപം ലഭിക്കുകയും, ആ ഫർദ് കിഫായയുടെ ചുരുങ്ങിയതായ രൂപം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ മയ്യത്തിനെ കുളിപ്പിക്കൽ, മയ്യത്ത് നിസ്കാരം ഫർദായതുപോലെ മയ്യത്ത് കുളിപ്പിക്കലും അത് ഫർദാണ്. അത് നമ്മൾ തന്നെ ചെയ്യണം. മയ്യത്ത് കേവലം മുങ്ങി മരണപ്പെട്ടാലും നമ്മൾ കുളിപ്പിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് കുളിപ്പിക്കേണ്ടത്? ബിതഅമീമി ബദനിഹി ബിൽ മാഇ, ബിതഅമീമി ബദനിഹി, ആ മയ്യത്തിൻ്റെ ശരീരത്തെ വ്യാപകമാക്കുക, ബിൽ മാഇ, വെള്ളം കൊണ്ട്. വെള്ളം കൊണ്ട് മയ്യത്തിൻ്റെ ശരീരം മുഴുവനും
കഴുകുക അല്ലെങ്കിൽ വെള്ളം എത്തിക്കുക എന്നതുകൊണ്ടാണ് കുളി ലഭിക്കുക. മറത്തിൻ ഒരു പ്രാവശ്യം. അതായത് ജീവിച്ചിരിക്കുന്ന ഒരാളുടെ കുളി എപ്രകാരമാണോ അതേപോലെയാണ് മയ്യത്തിനെയും മയ്യത്തിൻ്റെ കുളിയുടെയും ഏറ്റവും ചുരുങ്ങിയ രൂപം. ഹത്താ മാ തഹ്ത കുൽഫത്തിൽ അഖിലഫി, ഹത്താ മാ ഒന്ന് വരെ, തഹ്ത കുൽഫത്തി ലഖിലഫി, അഖിലഫിൻ്റെ സുന്നത്ത് കല്യാണം ചെയ്യാത്തവൻ്റെ ആ മുറിച്ചു മാറ്റപ്പെടുന്ന തൊലിയുടെ തായ് ഭാഗത്തുള്ള ഒന്നുവരെയും കഴുകണം. അങ്ങനെ പ്രത്യേകം പറയാനുള്ള കാരണം അത് കഴുകണോ കഴുകണ്ടേ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുള്ളത് കൊണ്ടാണ്. അതാണ് ശേഷം പറയുന്നത് അലൽ അസഹി, അസഹായ അഭിപ്രായ പ്രകാരം അതുവരെയും കഴുകണം. സബിയൻ കാന അൽ അഖിലഫു ഔ ബാലിഗൻ, ആ അഖിലഫ് ഒരു കുട്ടിയാകട്ടെ ഔ ബാലിഗൻ അല്ലെങ്കിൽ പ്രായപൂർത്തി എത്തിയവനാകട്ടെ. കാലൽ അബ്ബാദിയു, അപ്പോൾ അസഹാകുമ്പോൾ അതിൻ്റെ മുക്കാബിലയിൽ ഒരു അഭിപ്രായം ഉണ്ടാകും. അതെന്താണ്? കാലൽ അബ്ബാദിയു, ഷാഫി മദ്ഹബിലുള്ള ഒരു പ്രധാനപ്പെട്ട പണ്ഡിതനാണ് അബ്ബാദി ഇമാം. ആ അബ്ബാദി ഇമാമും വബഅദുൽ ഹനഫിയ, ചില ഹനഫി പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്, ലാ യജിബു ഗസിലു മാ തഹ്തഹ, ഈ കുൽഫയുടെ അടിയിലുള്ള ഒന്നിനെ കഴുകേണ്ടതില്ല എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. ഫഅലൽ മുറജ്ജഹി, അപ്പോൾ രണ്ട് അഭിപ്രായമുണ്ട്. ഫഅലൽ മുറജ്ജഹി, നേരത്തെ പറഞ്ഞതായ റാജിഹായ അഭിപ്രായ പ്രകാരം, ലൗ തഅദ്ദറ ഗസിലു മാ തഹ്തൽ കുൽഫതി, ലൗ തഅദ്ദറ ബുദ്ധിമുട്ടായാൽ, ഗസിലു മാ തഹ്തൽ കുൽഫതി, കുൽഫയുടെ അടിയിലുള്ളതായ ഒന്നിനെ കഴുകൽ അത് ബുദ്ധിമുട്ടായാൽ, എങ്ങനെ ബുദ്ധിമുട്ടാവുക? ബി അന്നഹ, തീർച്ചയായും അത് ലാ തൻഖലിസു ഇല്ലാ ബി ജുറഹിൻ, അതിനെ മുറിവേൽപ്പിച്ചുകൊണ്ടല്ലാതെ, അതിനെ മുറിച്ചുകൊണ്ടല്ലാതെ നമുക്കതിനെ മാറ്റിയെടുക്കാൻ കഴിയുകയില്ല, ആ മറ നീക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അങ്ങനെയുള്ളതായ സാഹചര്യമായാൽ യുമ്മിമ അമ്മാ തഹ്തഹ, യുമ്മിമ തയമ്മും ചെയ്യണം, അമ്മാ തഹ്തഹ അതിൻ്റെ അടിയിലുള്ള ഒന്നുകൊണ്ട്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയതായ കുളിയുടെ രൂപം മയ്യത്തിൻ്റെ ശരീരത്തിൽ മുഴുവനും വെള്ളമെത്തിക്കലാണ്. ആ മുഴുവനിലും ഉൾപ്പെടുന്നതാണ് അഖിലഫിൻ്റെ കുൽഫയുടെ അടിയിലുള്ളത്. അത് മയ്യത്തിൻ്റെ ബദനിൽ പെട്ടതല്ല എന്നും അത് കഴുകേണ്ടതില്ല, മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് അത് കഴുകേണ്ടതില്ല എന്നും അഭിപ്രായമുണ്ട്. എന്നാൽ റാജിഹ് അതും കഴുകൽ നിർബന്ധമാണ് എന്നുള്ളതാണ്. ആ നിർബന്ധമായ അഭിപ്രായ പ്രകാരം അത് കഴുകാൻ സാധിക്കാതെ വന്നാൽ അതിനു വേണ്ടി തയമ്മും ചെയ്യണം. ഇതാണ് ഏറ്റവും ചുരുങ്ങിയതായ രൂപം. കമാ കാലഹു ഷെയ്ഖുന, ഇതിനെ ഷെയ്ഖുന പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഇങ്ങനെ ബുദ്ധിമുട്ടായാൽ അതിൻ്റെ അടിയിലുള്ള ഒന്നിന് പകരം തയമ്മും ചെയ്യണമെന്ന് ഷെയ്ഖുന പറഞ്ഞിട്ടുണ്ട്. വഅഖറഹു ഗൈറുഹു, അതിനെ അവരല്ലാത്തവർ തീർച്ചപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് കുളിയുടെ ഏറ്റവും ചുരുങ്ങിയതായ രൂപം. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ പൂർണ്ണമായ രൂപം നമുക്ക് മറ്റൊരിക്കൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.